അസ്സലാമലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? ഞമ്മക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. റാഹത്തായിട്ട് പോകുന്നുണ്ട്. പിന്നെ മനസ്സിക്ക് കുറേ വിഷമങ്ങളുള്ള കാര്യം ഉണ്ടാവും. ഇന്നലെ മുതൽ നമ്മൾ വാർത്തയിൽ കാണാൻ തുടങ്ങിയത് ഒരു കുടുംബത്തിൽ 5 ആൾക്കാരാണ് കൊലപ്പെടുത്തിയത്. അതും 23 വയസ്സുള്ള ഒരാൾ. 23 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ എന്താണിപ്പോൾ? വളർന്നു വരുന്ന വലുതാണ് ആ ഒരു പ്രായമാണത്. ആ പ്രായത്തുമ്പത്തിന് മക്കളെ ബുദ്ധി ഇങ്ങനെയാണല്ലോ. പടച്ച റബ്ബ് കാക്കട്ടെ. നമ്മളെ മക്കളെയൊക്കെ അള്ളാഹു കാക്കട്ടെ. ആമീൻ. എന്താ വെച്ചാൽ എവിടുന്നാണ് നമ്മളെ മക്കൾ ഇതൊക്കെ പഠിച്ചു വരുന്നതെന്നാണ് അറിയാത്തത്. ഈ പോലൊരു പ്രായം നമ്മളെ കണ്ണു മുന്നിൽ നിന്ന് നമ്മൾ കാണും വരെ നമ്മളെ മക്കളെ നമ്മൾ നോക്കി നിൽക്കും. ഒരു സ്കൂൾക്ക് പോകുകയാണെങ്കിൽ നോക്കൂലേ? ഇഞ്ചൊരവസ്ഥ ഞാൻ പറയണേ. ആ ബാഗ് വിട്ടവിടുന്ന് പോകണ വരെ എൻ്റെ കുട്ടി നല്ല നിലക്ക് വരട്ടിയ ശേഷം നമ്മൾ നോക്കും. പ്രായത്തിലൊക്കെ നമുക്ക് ഭയങ്കര വിഷമമാണ്. നമുക്ക് അമ്മമാർക്ക് ഭയങ്കര വിഷമമാണ്. കുട്ടികൾ സ്കൂളിട്ട് വരുന്ന വരെ നമുക്ക് വിഷമമാണ്. സ്കൂളിട്ട് വന്നാൽ നമുക്ക് നല്ല സന്തോഷമാണ്. നമുക്ക് അതിനൊക്കെ ഒരു പേടിയും ബേജാറുമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഉണ്ടായി വരുന്ന മക്കൾക്ക് യാതൊരു പേടിയും ബേജാറും ഇല്ല. കൊല്ലുകയാണെങ്കിൽ കൊല്ലുക, വേറെന്തേലും കാട്ടുകയാണെങ്കിൽ വേറെന്തേലും കാട്ടുക, എന്ത് കാട്ടാനും മടിച്ചാത്ത മക്കൾ. അങ്ങനത്തെ മക്കളെ നമുക്ക് തരല്ല റബ്ബെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ മക്കൾ എല്ലാവരും ഏത് ജാതിയായാലും നമ്മളെ മക്കളെ നന്നാക്കണം എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടാവും. മക്കളെ നന്നാക്കണം, ഞങ്ങളെ നന്നാക്കണം, സമൂഹത്തിലെ എല്ലാ മക്കളെയും നന്നാക്കി കൊടുക്കട്ടെ പഠിച്ചോനെ. ഇതൊന്നും കേട്ട് നിൽക്കാൻ കഴിയൂല. ഞാൻ ഇന്നലെ വാർത്ത കണ്ടപ്പോഴേ ഞാനത് നിൽക്കാനാവില്ല, കാണാനാവില്ല. എങ്ങനത്തെ കൊലയെന്ന് കേൾക്കാനാവില്ല. എനിക്ക് കാരണം കേൾക്കുന്ന കൊല മുഴുവനും കൊല്ലാന്ന് മാത്രമല്ല, എത്രത്തോളം ക്രൂരതായിട്ട് കൊല്ലാൻ പറ്റുമോ അങ്ങനത്തെ ജാതി കൊല്ലലാണ് കേൾക്കുന്നത്. ഇത് കേട്ട് മനസ്സിന് വല്ലാത്ത ജാതി ഒരു മരവിച്ച മനസ്സായി ഇടങ്ങേറായി പോണ ഒരവസ്ഥയാണ്. പിന്നെ ഞാൻ ഇന്ന് ഉച്ചക്കാണ് അത് നോക്കിയപ്പോഴല്ലേ ഓരോരുത്തരും ഓരോരോ രീതിയിൽ ആക്കി കൂട്ടി വെച്ചേക്കുന്ന. കോലം കണ്ട അറിയില്ല എന്നാണ് പറയുന്നത്. ആ 8 വയസ്സായ കുട്ടീൻ്റെ ഒക്കെ ഫോട്ടോ കണ്ടാൽ എന്തൊരു ചൊക്കിലൊരു കുട്ടി. അല്ലാ, ആ കുട്ടീനൊക്കെ കുഴിമന്തി വാങ്ങിക്കൊടുത്ത് കണ്ടാണല്ലോ കൊന്നത്. അതുകൊണ്ട് നമ്മളെ മാതാപിതാക്കളെ നമ്മളെ കഥയെന്ന് ചെറുപ്പത്തിലേ ഇത് പഠിച്ച് ഇങ്ങനെ വലുതായി വരുമ്പോൾ നമ്മൾ നല്ലോണം നോക്കുക. നമ്മളെ കഥയെന്ന് ഒരു അബദ്ധം പറ്റിക്കാണ്ട് നമ്മളെ മക്കൾ വഴി തെറ്റിപ്പോകാതെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതല്ല ഇപ്പം നമ്മളെ കൊണ്ട് കഴിച്ചുള്ളൂ. പിന്നെ പഠിച്ചവനോട് നല്ലോണം പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പം പഠിച്ചോൻ ശരിയാക്കി തരും എല്ലാവരും. അത്രയല്ല നമ്മൾ വിശ്വസിക്കുക. അല്ലാതെ ഇപ്പം എന്താണ്? നമ്മളൊരു പ്രായത്തിൽ നമ്മളെ മക്കളെ കുറച്ച് നമ്മൾ നേരായ വഴി കൂടെ കൊണ്ടുപോകാൻ കുറച്ച് നമ്മൾ നല്ലോണം ബുദ്ധിമുട്ടേണ്ടി വരും. പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും കുറച്ച് വലുതായാൽ നമുക്ക് അൽഹംദുലില്ലാ റാഹത്തായി നല്ല മക്കളെ കിട്ടും. ഇപ്പോൾ ഒരു നിസ്കാരത്തിൻ്റെ കാര്യമാണെങ്കിലും 5-10 നിസ്കാരം ഒരു 3, 4, 2, 3, 4 ഒക്കെ എത്തുമ്പോഴല്ലേ 5 നിസ്കരിച്ചാൽ ഇങ്ങനെ നമ്മൾ പറയാം. അപ്പം നമ്മൾ നിസ്കരിച്ചാൽ പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ടി വരും. ഓലെപ്പോഴും മറക്കും. പറഞ്ഞിട്ട് കാര്യമല്ല. ഓല് മറക്കും. ഓലക്ക് കളിച്ചുന്ന ഒരു പ്രായമാണ്, അതിൻ്റെ പ്രായമാണ്. പക്ഷെ ഓലിപ്പോൾ കളിച്ചതല്ലേ, ഓലിപ്പോൾ നിസ്കരിച്ചൊന്നും വേണ്ടാന്ന് നമ്മൾ വിചാരിച്ചു. അതന്നെ നമ്മളെ ഏറ്റവും വലിയൊരു തെറ്റ്. അങ്ങനെ നമ്മൾ കരുതാനേ പാടില്ല. ആ ഒരു സമയമായ നമ്മൾ നിസ്കരിച്ചുമ്പോൾ നമ്മളെ കുട്ടികളെയും കൊണ്ട് നിസ്കരിച്ചോ എന്നാൽ പോലെ നിസ്കരിച്ചാൽ ഓലുണ്ടാക്കിക്കോന്ന് പറയാ, നിസ്കരിപ്പിക്കുക. നമ്മൾ ചെജിനമാരി ഓലും കൂടെ ചെജിപ്പിച്ച പിന്നെ അങ്ങനെ നമ്മൾ ചെജുമ്പത്തിന് കണ്ടെങ്കിലും ഓല് വരുമല്ലോ, അമ്മച്ചി നിസ്കരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബാപ്പ നിസ്കരിച്ചിട്ടുണ്ട്, അപ്പം ഞാനും പോയി നിസ്കരിച്ചിട്ടെന്ന് ഓർക്ക് തോന്നൂല. ഇനിയൊന്നും വിളിച്ചലുണ്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾ ഈ 1-2 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ നിസ്കരിച്ചും പോലെ നമ്മളെ മുന്നിൽ വന്ന് നിസ്കരിച്ച് കുമ്പിടൊക്കെ ചെയ്യും. നമ്മൾ ഒന്നുണ്ടാക്കണം, ഓൽക്കൊന്ന് ഒന്നുണ്ടാക്കേണ്ടി വരും. അപ്പോഴൊക്കെ നമുക്ക് നല്ലൊരു ഇഷ്ടമാണല്ലോ, അത് നല്ലൊരു മാതൃകയാണെന്ന് കാണുമ്പോൾ. അതേപോലെ തന്നെയാണ് എല്ലാ കാര്യവും. പിന്നെ നമ്മൾ ഖുർആൻ ഓതുന്ന കാര്യമായാലും അത് തന്നെയാണ്. നമ്മളെ മക്കളെ എങ്ങനെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ഖുർആൻ ഓതാൻ നമ്മളോലെ ശീലിപ്പിച്ച് കൊണ്ടുവരണം. എന്നാലേ അത് ശീലമായി വരുള്ളൂ. നിസ്കാരത്തിൻ്റെ കാര്യത്തിൻ്റെ പോലെ തന്നെയാണ്. ആണായാലും പെണ്ണായാലും ഏത് കുട്ടിയായിട്ടും കാര്യമില്ല, നമ്മൾ ചേലാക്കണം മതിരേക്കാരം. അപ്പം മഗ്‌രിബ് കഴിഞ്ഞാൽ നമ്മൾ എന്നും ചിലപ്പോൾ പറയേണ്ടി വരും, ഇത് നിസ്കരിച്ചോ? മഗ്‌രിബ് നിസ്കരിച്ചു, ഓതിയോ? ഇല്ല. എന്ത് ഓതേനി? ചീത്ത അറിയേണ്ട അടുത്ത് നമ്മൾ ചീത്ത അറിയണം. ചീത്ത അറിയാതെ നമ്മൾ ഇങ്ങനെ വിഷലാക്കി കണ്ട് കുട്ടികളെ കൊണ്ടുപോകരുത്. ഇപ്പോഴേ നമ്മൾ ചീത്തയും തല്ലൊന്നും പറയാതെ ഓല് പറയണതൊക്കെ വാങ്ങിക്കൊടുത്ത് ഓലിങ്ങനെ തലയിൽ വെച്ചാൽ പേങ്കടിച്ചും നിലത്തച്ചാൽ എറുമ്പടിച്ചും പറഞ്ഞ മാതിരി ഒന്നും നോക്കണ്ട. നമ്മളൊക്കെ എങ്ങനെ ഉണ്ടായത് അതേമാതിരിയൊക്കെ ഓല ഉണ്ടാക്കുക. നമ്മൾ അല്ല കുട്ടികളെ വാപ്പാർ കഷ്ടപ്പെടുന്നതൊക്കെ ഓൽക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. സൗദി അറേബ്യയിലാണെങ്കിലും വെറുതെ പോയി മരത്തുമെന്ന് കാഴ്ച പറിച്ചത് ഉണ്ടാക്കണമെന്നല്ലല്ലോ. ഓലിപ്പോൾ ഗൾഫിലാണ്, അപ്പോൾ കുഴപ്പമില്ലാന്ന് കരുതും ചില വീഡിയോ കണ്ടത്. ആരിപ്പോൾ ഗൾഫിലായാലും സൗദി അറേബ്യയിലെ ആ പൊരിഞ്ഞ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ടിട്ടല്ലേ അതിൻ്റെ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക നമ്മളെ കുട്ടികൾക്ക്. ഈ നാട്ടിൽ ഇവിടെ പണിയെടുക്കുന്നവരാണെങ്കിൽ അതും പറഞ്ഞു കൊടുക്കുക. എന്ത് പണിയാണെങ്കിലും ആ പണിക്ക് അതിൻ്റേതായൊരു
ഒരിതുണ്ടാവും, എഫേർട്ട് ഉണ്ടാവും. അതിന് ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ ആ പണിക്ക്. ഇപ്പം അങ്ങനെ പോയിട്ടാണ് നമുക്ക് ഈ പൈസ കിട്ടണത്. അപ്പം നമുക്ക് ഇല്ലതുകൊണ്ട് വാങ്ങിയാൽ മതി, ഇത്ര മതി, നമ്മൾ പറയണതൊക്കെ പാടൊന്നും വാങ്ങിയേക്കാൻ പാടില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നമ്മൾ പണത്തിൻ്റെ ഒരു കണക്കും ജീവിക്കുന്ന സാഹചര്യമൊക്കെ നമ്മളെ മക്കളെ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഒതുക്കിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരാൻ നമ്മളെല്ലാവരും നോക്കുക, ഞാനടക്കം. എന്നാലേ നമ്മളെ മക്കളെ നമുക്ക് പൊടിച്ചാൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഓൽക്ക് വലിയ വലിയ നിലത്തുമ്പോൾ ഓൽക്ക് ചോദിച്ചതിനൊക്കെ പൈസ നമ്മളിങ്ങനെ ആദ്യം ചെറുപ്പത്തിലെ എടുത്ത് ചിലൊക്കെ വലുതാകുമ്പോൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഓല് നമ്മളെ കൊല്ലാനും കുത്താനും നമ്മളെ വളി മാറിയെടുക്കാനൊക്കെ നോക്കിയതരം. ആ ഒരവസ്ഥ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ നമുക്ക് കഴിയണ വിധത്തിൽ നമ്മൾ ആ തൂമ്പിലേ നമ്മൾ ഒരു ചെടി ഇങ്ങനെ കേടെന്ന് പോകുമ്പോൾ അതിൻ്റെ തൂമ്പിലേ നമ്മളിങ്ങനെ അതിൻ്റെ ഒരു ഏതാ കേടുന്ന ഭാഗം അവിടെ നിന്ന് നുള്ളി കൊടുത്താൽ ഇങ്ങനെ ശരിയാക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ നന്നായി നല്ല ചെടിയായി വരൂലേ? അതേമാതിരി തന്നെയാണ് നമ്മളെ മക്കളെയും. ഈ നിസ്കരിച്ചനെയും നോൽമ്പ് വിൽക്കണേയും ഖുർആനോദനെ ഏത് കാര്യമായാലും ഓൽക്കൊരു മടി ഉണ്ടാവും. നോൽമ്പ് നോൽക്കണമെങ്കിൽ നല്ല ചൂടാണ്, ഇജിപ്പത്തന്നെ നോൽക്കണ്ട, ചെറിയ കുട്ടിയൊന്നും പറയണ്ട, നോറ്റോട്ടെ, എത്ര ചെറിയ കുട്ടികളാണെങ്കിലും നോറ്റോട്ടെ, എത്ര ഖജന വരെ നോറ്റോട്ടെ, നോൽക്കണ്ടെന്ന് പറഞ്ഞ ഓൽക്കൊരു വളമായി. ഇനി ഇന്ന് മുറിച്ചു, നാളെ ഞാൻ നേരം മുറിച്ചു, അതിനായിട്ട് നിൽക്കണ്ട, ഇന്നെങ്കിലും ഒന്ന് ഫുള്ളാക്കാൻ നോക്ക്, അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. കുറച്ചു നേരം കൂടി അധിക നേരം നോൽപ്പിച്ച അങ്ങനെ നോൽമ്പ് നിസ്കാരമൊക്കെ ഓൽക്കൊരു മാതൃകയായി വരണം. അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും മക്കൾക്കൊരു മാതൃകയായി വരണം. എന്നാലേ നമ്മൾ മാതാപിതാക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്നൊരു കാര്യം ഉണ്ടാവുള്ളൂ. പഠിച്ച റബ്ബ് നമ്മുടെ എല്ലാ മക്കളെയും നന്നാക്കി തരട്ടെ, എത്ര ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. ഏതൊരു ആപത്തിലും നമ്മളെ മക്കളെയും പഠിച്ചോൻ പെടുത്താതിരിക്കട്ടെ. ഇനി നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.